പ്രേതകഥകളോ? എക്സാക്ട്ലി. പിന്നെ അതുമല്ല, പ്രേതത്തിനെ കൊണ്ടെങ്ങാനും സംവിധാനിച്ചേരെ. ഞാനൊരു അവാർഡ് മനസ്സിൽ കണ്ടോണ്ടാ മിസ്റ്റർ പ്രതാപനെ തന്നെ സമീപിച്ചത്. എന്റെ കഴിഞ്ഞ പടം ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് നേടിയതാണ്. കാറ്റിലാടിയത് എങ്ങോലകൾ. കലാകാര അത് ഇതുവരെ റിലീസായില്ലല്ലോ. അവാർഡും വാങ്ങിയിട്ട് പേ അവാർഡ് ബുക്ക് ചെയ്യേണ്ടി വരും ഹാർട്ട് അറ്റാക്കിന് ചികിത്സിക്കാൻ. ആ അഭിപ്രായത്തോട് ന്യായിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ് സിനിമ. അല്പനേരത്തെ മനോസുഖത്തിനു വേണ്ടി തിയേറ്ററിലെത്തുന്ന സാധാരണക്കാരന് നമ്മളാൽ കഴിയുന്ന സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ഏത് തരത്തിലാവണമെന്ന് തീരുമാനിക്കാൻ ഓരോ സംവിധായകനും നിർമ്മാതാവിനും എഴുത്തുകാരനും അവകാശമുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിൽ ഏത് ബുദ്ധിജീവികളുണ്ട് പ്രേതവിശ്വാസികളായിട്ട്? ബുദ്ധിജീവികൾ കാശ് തരില്ല കലാകാര. നമുക്ക് കാശ് കിട്ടണം. ബോക്സ് ഓഫീസ് ഹിറ്റ്. പ്രേതകഥയോട് മിസ്റ്റർ തിലകൻ എന്താ ഇത്ര വിരോധം? എനിക്കതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ. കാരണം ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല.